ഡിയർ ചിൽഡ്രൻ, നിങ്ങൾ ഈ ചാനൽ എന്തിനാ കാണുന്നതെന്നറിയോ? നിങ്ങൾക്ക് മാത്സ് ടഫ് ആണെങ്കിൽ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സസൈസ് 1.2 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ഫോളോയിങ് ആർ ഇറേഷണൽസ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എക്സാമിന് നമ്മൾ ചെയ്യാണ്ടതാ ഇത് അറിയാണ്ട് പോയിട്ട് നമ്മൾ വിചാരിക്കും ഇതെന്തോ ടഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, സൊല്യൂഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1/√2 ആണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. നമ്മൾ ഇതിന്റെ കോൺട്രഡിക്ഷൻ എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് us assume അതായത് നമുക്ക് ഡയറക്റ്റ് 1/√2 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഇതിന്റെ കോൺട്രഡിക്ഷൻ എടുക്കും. എന്ത്? ഇത് റേഷണൽ ആണെന്ന് ആദ്യം പറയും, എന്നിട്ട് നമുക്ക് ആൻസർ ഒരു കോൺട്രഡിക്ഷൻ കിട്ടും, അതിന്റെ ഓപ്പോസിറ്റ് കിട്ടും. അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. assume the contrary that 1/√2 is a rational number. നമുക്ക് √2 ഇറേഷണൽ ആണെന്ന് അറിയാം കേട്ടോ. ഇവിടെ 1/√2 ആണ് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇത് റേഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/√2 ഈസ് ഈക്വൽ ടു a/b എന്നത് അല്ലേ? ഏതോ ഒരു നമ്പർ ഡിവൈഡ് ബൈ വേറെ നമ്പർ. ഇവിടെ നമ്മൾ p/q എടുത്താലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഏത് കൊടുക്കാം, ഏത് രണ്ട് ലെറ്റർ കൊടുക്കാം. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? where a and b are കോപ്രൈംസ്. ഈ കോപ്രൈം എന്താന്നുള്ളത് ഞാൻ ഇതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ നോക്കോ. എന്ന് വെച്ചാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് വേറെ ഫാക്ടർ ഒന്നും ഇല്ല, 1 മാത്രമേ ഉള്ളൂ. അതായത് ഇതിന്റെ ലോവസ്റ്റ് ഫോം ആണ്. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം. അല്ല വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഓർ HCF ഓഫ് AB ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഏറ്റവും ലോവസ്റ്റ് ഫോം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താം? ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ √2 എങ്ങോട്ടെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യാടോ? എളുപ്പത്തിൽ പറഞ്ഞുതരാൻ, ഇവിടെ ഈ ബീനെ നമ്മൾ ഇങ്ങോട്ടേക്ക്, ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരാ, എനെ ഇങ്ങോട്ട് കൊണ്ടുവരാ, √2 മുകളിലേക്ക് കൊണ്ടുപോവാ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബീനെ ഈക്വൽ ടു സൈൻ്റെ ലെഫ്റ്റ് കൊണ്ടുവരുമ്പോ മേലോട്ട് പോകും അല്ലേ? ഇവിടെ എത്തും. എ ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ താഴെ എത്തും. ഈക്വൽ ടു √2 മുകളിലെത്തും. √2/1 അല്ല √2 മതി. ഓക്കെ, ഈ ഓപ്പറേഷൻ അറിയില്ല എല്ലാവർക്കും. ഈക്വൽ ടു സൈൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഡിവിഷൻ ഡിവൈഡ് ബൈ എന്താവും? ഈ സാധനം മുകളിലേക്ക് പോകും, മുകളിലുള്ള താഴോട്ട് പോകും. ഓക്കെ, അപ്പോ ഇതിനെ ഒന്ന് തിരിച്ചിടാം. √2 ഈസ് ഈക്വൽ ടു b/a. ഇവിടെ നമുക്കറിയാം എന്താണ്? √2 ഈസ് എ ഇറേഷണൽ നമ്പർ. b/a എന്ന് പറഞ്ഞാൽ ആരാണ്? റേഷണൽ നമ്പർ ആണ്. ഏതെങ്കിലും ഒരു റേഷണൽ നമ്പർ ഇറേഷണൽ നമ്പറിന് തുല്യമാവുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ കിട്ടാനുള്ള കാരണം എന്താ അറിയോ? നമ്മളെടുത്ത എന്താണ്? assume തെറ്റാണ്. എന്ത്? 1/√2 ഈസ് എ റേഷണൽ നമ്പർ എന്ന് എടുത്തു, അത് തെറ്റാണ്. അപ്പൊ അത് തെറ്റായത് കൊണ്ട് ഇത് ആരായിരിക്കും? ഇറേഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്താം? സിൻസ് a and b are integers, we can write that a/b is a rational number. a/b is a rational number, but we know that √2 is an irrational number. Okay, irrational number. ഒന്നുകൂടി പറഞ്ഞേരേ, irrational number. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു അല്ലേ? a/b is a rational number, √2 is a irrational number. ഒരു റേഷണൽ നമ്പറും ഒരു ഇറേഷണൽ നമ്പറും ഒരിക്കലും ഈക്വൽ ആവില്ല. ദിസ് കോൺട്രഡിക്ഷൻ ഈസ് arisen because
contradiction is arisen because of our wrong assumption. Therefore ആരാണ് നമ്മുടെ നമ്പർ? 1/√2 is an irrational number. Okay, അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് അറിയോ? ഒന്നും ചെയ്തില്ല. 1/√2 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. റൂട്ട് ഇറേഷണൽ നമുക്കറിയാം. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇതിന്റെ കോൺട്രഡിക്ഷൻ എടുക്കുന്നു. 1/√2 റേഷണൽ നമ്പർ ആണെന്ന് എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a/b എന്ന് എഴുതാൻ പറ്റും റേഷണൽ ആകുമ്പോൾ. എന്നിട്ട് √2 ഇങ്ങനെ ഒറ്റക്കാക്കും. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഒറ്റക്ക് എടുക്കും √2. അപ്പൊ ഒരു ഭാഗത്ത് √2 ആയി, ഒരു ഭാഗത്ത് b/a. √2 എന്ന് പറഞ്ഞാൽ ഇറേഷണൽ ആണ്, b/a റേഷണൽ ആണ്. രണ്ടും ഒരിക്കലും ഈക്വൽ ആവില്ല. അങ്ങനെ ഈക്വൽ ആണെന്ന് വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ റോങ് ആയിട്ട് ഒരു അസംഷൻ എടുത്തതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ ഇറേഷണൽ നമ്പർ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 കഴിഞ്ഞു. ഇനി 2 ആണ്. എല്ലാം സെയിം മെത്തേഡാണ്. ഒന്നും ഇതിൽ പേടിക്കാനും ഇല്ല, പ്രശ്നമില്ല. ഇതേ മെത്തേഡ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും മുന്നേ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കമന്റ് ഇടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്താൽ ഞാൻ അതുപോലെ എടുത്തുതരാം. ഓക്കെ, സ്ലോ ആക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ആക്കാനും എന്തുവേണം ചെയ്തുതരാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തത്. ഓക്കെ, 7√5. ഇതും അതേപോലെ തന്നെയാണ്. ലെറ്റ് us assume the contrary that. Let us assume the contrary that 7√5 is a rational number. അല്ലേ? റേഷണൽ നമ്പർ. ആദ്യം നമ്മൾ റേഷണൽ നമ്പർ ആണ് എടുത്തു. അപ്പൊ നമുക്ക് റേഷണൽ നമ്പർ ആണ് എന്ത് എഴുതാം? 7√5 ഈസ് ഈക്വൽ ടു a/b. അല്ലെ? റേഷണൽ നമ്പർ ആണ്, നമുക്ക് a/b എന്ന് എഴുതാം. ഞാൻ വേറെ മെത്തേഡ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തുകൊണ്ട്. വേർ a and b are co-primes. ഇത് അതായത് ഇത് ലോവസ്റ്റ് ഫോം ആണ്. ഇതിന് വേറെ കോമൺ നമ്പർ ഒന്നും ഇല്ല, കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഇല്ല. ഇനി നമുക്ക് നമ്മുടെ ദൗത്യം എന്താ അറിയോ? ഈ √5 ഒറ്റക്കാക്കലാണ്. √5 ഒറ്റക്കാക്കി. ഓക്കെ, √5 അങ്ങനെ ചങ്ങാതി നമ്മൾ കൊടുക്കണ്ട. ഓക്കെ, എന്നിട്ട് ഈ 7 എവിടെ പോകും? താഴോട്ട് പോകും അല്ലേ? ഈക്വൽ ടു സൈൻ ആകുമ്പോൾ a/7b. ഇവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. എന്താണ്? ഇറേഷണൽ നമ്പർ നോട്ട് ഈക്വൽ ടു റേഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. ഇറേഷണൽ നമ്പർ ഈക്വൽ ടു റേഷണൽ നമ്പർ കിട്ടി. അങ്ങനെ ഒരിക്കലും വരില്ല. ഇറേഷണൽ നമ്പർ ഒരിക്കലും എന്തല്ല? റേഷണൽ നമ്പറിന് ഈക്വൽ അല്ല. അപ്പോ ഇനി നമുക്ക് എന്ത് എഴുതാം? സിൻസ് a and b are integers, a and b are integers, a/7b is a rational number. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താടാ? but we know that √5 is an irrational number. irrational number a എന്നാണ് അല്ലേ? irrational number. അപ്പൊ ഈ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്? ഇറേഷണൽ നമ്പർ റേഷണൽ നമ്പർ ഈക്വൽ ആയുള്ള കോൺട്രഡിക്ഷൻ വരാൻ കാരണം ദിസ് കോൺട്രഡിക്ഷൻ ഈസ് arisen because of our ഈസ് arisen. ഈ താഴത്തെ ലൈന് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല, ഞാൻ പറയുന്നത് കേട്ടോ മതിക്കോട്ടോ. arisen because of our wrong assumption. Therefore ആരാണ് നമ്മുടെ നമ്പർ? എവിടെ? 7√5 ഈസ് an irrational number. ഓക്കെ, താഴത്തെ ലൈന് ഞാൻ പറയുന്നത് കേട്ടത് കേട്ടോ. അത്ര വൃത്തിയിൽ എഴുതാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ സെയിം മെത്തേഡ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല,
ഇവിടെ മാത്രം അങ്ങോട്ട് മാറ്റുന്നു, ബാക്കിയൊക്കെ മായ്ച്ചു കളയാം. ഓക്കെ, ഇവിടെയും എല്ലാം സെയിം ആണ്, ഒരേ മെത്തേഡാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, സമയം നമ്മൾ നഷ്ടപ്പെടുത്തണ്ട അല്ലേ? കഴിഞ്ഞല്ലേ നമ്പേഴ്സ് എല്ലാം? യെസ്. അപ്പോൾ ഈ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്, നമ്മുടെ 6 + √2, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 6 + √2. ആദ്യം നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ലെറ്റ് us assume the contrary that 6 + √2 is a rational number. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 6 + √2 = a/b. അതായത് നിങ്ങൾ ഈ മെത്തേഡ് പഠിച്ചാലല്ലോ ഇവിടെ എന്ത് നമ്പർ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് 6 + √2 = a/b, where a and b are co-primes. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത്, ഇവിടെ ചെറിയ വ്യത്യാസം വരുള്ളൂ കേട്ടോ. ഇവിടെ √2 അങ്ങനെ തന്നെ അവിടെ വെക്കുക, =a/b - 6. ഈ +6നെ നമ്മൾ വലത്തോട്ട് കൊണ്ടുപോയി. അടുത്ത സ്റ്റെപ്പ് ഇംപ്ലൈസ്, ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒന്നും എഴുതാം കേട്ടോ, പ്രശ്നമില്ല. അടുത്ത സ്റ്റെപ്പ് √2 = 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എന്ത് വേണം ചെയ്യാം, LCM മെത്തേഡ് എടുക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ. 1 × a = a - 6 × b = 6b / b × 1 = b. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു ഭാഗത്ത് ഇറേഷണൽ നമ്പർ കിട്ടി, മറുഭാഗത്ത് റേഷണൽ നമ്പർ കിട്ടി. പക്ഷെ നമുക്കറിയാം എന്ത്, ഇറേഷണൽ നമ്പർ നോട്ട് ഈക്വൽ ടു റേഷണൽ നമ്പർ. അപ്പോൾ സിൻസ് a and b are integers, ആരാണ് റേഷണൽ? a - 6b / b is a rational number. But we know that, നമുക്ക് എന്തറിയാം, ഇയാൾ ആരാണ്? ഇയാൾ √2 is a irrational number. അപ്പോൾ ഒരു ഇറേഷണൽ നമ്പറിന് ഈക്വൽ ആണെന്ന് വന്നു. ഈ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം നമ്മൾ ഫസ്റ്റ് നമ്മുടെ തുടക്കക്കാരൻ തന്നെ തെറ്റിപ്പോയി. എന്താണ്? 6 + √2 is a rational number നമ്മൾ എടുത്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ എടുത്തുകൊണ്ടാണ് തെറ്റിയത്. അപ്പൊ ഇത് ആരല്ല? റേഷണൽ അല്ല, irrational ആണ്. This contradiction is irrational because of a wrong assumption. Therefore 6 + √2 is an irrational number. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ എക്സസൈസ് 1.2 ഫിനിഷ് ആയി. എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ബെൽ ബട്ടൺ അമർത്തിക്കുക, എന്നാലേ നിങ്ങൾക്ക് എല്ലാം ഓൺ ദി സ്പോട്ടിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ 2മായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ബൈ ബൈ.